നമസ്കാരം. നമുക്കറിയാം, വെറും 2 ആഴ്ചയുടെ വ്യത്യാസത്തിലാണ് വിജയിയുടെ സർക്കാരും വി.ഡി. സതീശൻ്റെ സർക്കാരും അധികാരത്തിലെത്തിയത്. എന്നാൽ ചരിത്രപരമായ മാറ്റങ്ങളാണ് വിജയ് എന്ന ഭരണാധികാരി തമിഴ്നാട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് മാറ്റമാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി കൊണ്ടുവന്നത്? എസ്കോട്ടിൻ്റെ വലിപ്പം കുറച്ചു, അതോടൊപ്പം പൂക്കിച്ചിരിച്ചിരിക്കാൻ തുടങ്ങി. അതിനപ്പുറം എന്ത് മാറ്റമാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ കൊണ്ടുവന്നത്? എന്നാൽ വിജയ് എന്ന ഭരണാധികാരി ചെയ്ത ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റാലിൻ ഭരണകാലത്തുയർന്ന സകല അഴിമതി ആരോപണങ്ങളിന്മേലും ശക്തമായ അന്വേഷണമാണ് വിജയ് എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉയർത്തിയ ഒരു ആരോപണത്തിന്മേലും ഒരു അന്വേഷണവും എൻ്റെ അറിവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഭയാനകമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ പൊതുകടം ഇന്ന് എത്തി നിൽക്കുന്നത്. 1.5 ലക്ഷം കോടിയായിരുന്ന പൊതുകടം ഇന്ന് 5 ലക്ഷം കോടിയിൽ വന്നെത്തി നിൽക്കുന്നു. കൊള്ളകളിലൂടെയാണ് ഇത്രയധികം ഭയാനകമായി പൊതുകടം വർദ്ധിച്ചതെന്ന് സാമാന്യ ബുദ്ധിയുള്ള മലയാളികൾ സംശയിക്കുന്നുണ്ട്. എന്നാൽ അതിന്മേലൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇന്നുവരെ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. വിജയ് എന്ന ഭരണാധികാരിക്ക് പ്രതിബദ്ധത, വിജയിയുടെ പ്രതിബദ്ധത ജയിപ്പിച്ച അധികാരത്തിലെത്തിയ ജനങ്ങളോടാണ്, അല്ലാതെ പ്രതിപക്ഷത്തുള്ള നേതാക്കളോടല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതിബദ്ധത ആരോടാണ്? അധികാരത്തിലെത്തിച്ച ജനങ്ങളോടാണോ, അതോ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനോടാണോ? ജനങ്ങൾക്കറിയണം അതിനുള്ള ഉത്തരം. ഇനിയെങ്കിലും ഇത് തിരുത്തി അധികാരത്തിലെത്തിയ ജനങ്ങളോട് ഒരു തരുമ്പെങ്കിലും പ്രതിബദ്ധത കാട്ടിത്തുടങ്ങിയില്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയെ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ തിരസ്കരിക്കും, എടുത്ത് ചവറ്റുകൊട്ടയിലെറിയും. മലയാളികൾക്ക് വേണ്ട ഇങ്ങനെ ആർജവമില്ലാത്ത, നട്ടലില്ലാത്ത, ഇച്ഛാശക്തിയില്ലാത്ത, പ്രതിബദ്ധതയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ, ഒരു ഭരണാധികാരിയെ വേണ്ടെന്ന് മലയാളികൾ അങ്ങ് തീരുമാനിക്കും. അതുകൊണ്ട് ഒട്ടും വൈകിട്ടില്ല. ഇനിയെങ്കിലും വിജയ് എന്ന ഭരണാധികാരിയെ സതീശൻ ഒരു പാഠപുസ്തകമാക്കണം. ഒരു ഭരണാധികാരിയുടെ പ്രതിബദ്ധത ജനങ്ങളോടാണ്. ജനങ്ങളില്ലെങ്കിൽ ഏത് കൊലകൊമ്പനും വെറും വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇനിയെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണകാലത്ത് നടന്ന സകല ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിക്കുക. എങ്ങനെ പൊതുകടം ഇത്രയും വർദ്ധിച്ചു എന്ന് മലയാളികൾക്ക്, ജനങ്ങൾക്ക് അറിയണം. അതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ കൊള്ളയടിക്കപ്പെട്ട ഓരോ രൂപയും കൊള്ളയടിച്ചവരിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അങ്ങനെ ഇച്ഛാശക്തിയുള്ള, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള ഒരു ഭരണാധികാരിയാണ് വി.ഡി. സതീശനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഒത്തുകളി രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമായി വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി മാറും. ചരിത്രത്താളുകൾ ഒരു ജനവഞ്ചകൻ്റെ പട്ടമായിരിക്കും വി.ഡി. സതീശനെ ചാർത്തിക്കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും വിജയെ കണ്ടുപഠിക്കുക. ഒരു നല്ല ഭരണാധികാരിയായി, ജനകീയനായ ഭരണാധികാരിയായി, ജനങ്ങളുടെ കയ്യടി നേടുന്ന ഭരണാധികാരിയായി മാറുക വി.ഡി. സതീശൻ. ഇനിയെങ്കിലും. താങ്ക് യു.